എവിടെയോ എന്തോ തകരാറുണ്ട്. നീ പറയുന്ന ശങ്കുനായരും എന്നെ കത്തയച്ച് വരുത്തിയതാന്ന്. അങ്ങനെ അയാൾ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വേറൊരുത്തനോട് അഡ്വാൻസ് വാങ്ങാ? എനിക്ക് ക്ലെയിം ഉള്ളതല്ലേ ഗഫൂർക്ക? എന്തുള്ളു ക്ലെയിം എന്ന് വെച്ചാൽ 4 കൊല്ലം മുമ്പ് യശോദ ടീച്ചറിന്റെ പ്രസവത്തിന്റെയും തുടർന്നുണ്ടായ രോഗത്തിന്റെയും സമയത്ത് 4 മാസം ഞാനിവിടെ പഠിപ്പിച്ചല്ലേ. ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞാലേ മറ്റൊരാളെ ഈ ഒഴിവിലേക്ക് ചേർക്കാൻ പറ്റൂ. അതാണ് നിയമം, അതാണ് ക്ലെയിം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറുവാഞ്ചേരിക്കാരൻ എന്താ ഒരു പേര്? എന്തോ ഒരു പേര്. എലിവാണം വിട്ട പോലെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് വരുന്ന വഴി എന്റെ അടുത്ത് വന്ന ഒരു ചായയും കണ്ട കലത്തപ്പം തന്നടാ. അഡ്വാൻസ് കൊടുത്തു എന്ന് അവൻ പറഞ്ഞോ? പരിചയമില്ലാത്ത ആളുകളാവുമ്പോൾ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അക്കൂട്ടത്തിൽ അഡ്വാൻസ് കൊടുത്ത കാര്യം അയാളിനോട് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. സ്കൂൾ കെട്ടിടത്തിന് ഒരു വിള്ളലുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചേരാവുന്ന മാനേജറല്ലേ പറഞ്ഞത്. അപ്പോ എങ്ങനെയാ ഗഫൂർക്ക, കുറച്ചു ദിവസം ഇതിന്റെ മേളിലൊന്ന് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുന്നവരെ? അതിന്റെ മേലെ ചിരട്ടും വേർഗും പഴയ സമാവറും ഒക്കെ ആയിട്ട് ആകെ കരി പിടിച്ചെടുക്കല്ലേ. അത് ഞാൻ അന്ന് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കുഴപ്പമില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം, അത്ര തന്നെ. അല്ല, അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏയ്, അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിയിട്ടുണ്ടോ? ഇല്ല, പൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ? അതിനാ കൊല്ലം കാണാനും ദുബായി പോയില്ലേ. ഓ, ഒറ്റ ചവിട്ടിന് വാഴ വിളിക്കും. പക്ഷെ വാഴന്റെ തന്തേടവയല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വേണം. പാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണം. വിട്ടുകള മാത്തുക്കുട്ടി, അയാളൊരു പാവല്ലേ. ഗഫൂർ വക്കാലത്തിന് വരണ്ട, എന്നെ ചട്ടുകളിലാക്കി ഇവനെ വെറുതെ വിടില്ല. ഇറങ്ങി വേണം. മാത്തുക്കുട്ടി ഒന്നും ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലൊടിച്ചത്. ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആന ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതികളാ. ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല, ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ, ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കറ തുറക്കുന്ന ജോലി ആരാണ് നിന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി. നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിഞ്ഞതിന് ശേഷം അല്ലടാ. ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ, നിന്നോട് താഴോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. എന്റെ ഒരു കാലിന് പകരം നിന്റെ 2 കാല്. നീ വിചാരിച്ച് മാനേജറെ നിനക്ക് കത്തയച്ചല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാല് തല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടാ റാസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെണ്ടിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. വാതിൽ തല്ലിപ്പൊളിക്കണ്ടേ? ഇന്റെ വാതിൽ ഒട്ടി കളിക്കരുത്. താൻ പോണോ? ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്യ്. എടുത്ത് പൊക്കണ അച്ചായനെ. ആശുപത്രിയിലോട്ട് വിട്. പാവം മാത്തുക്കുട്ടിക്ക് പരിക്ക് ഒരുപാടുണ്ടോ ഗഫൂർക്ക? ഉണ്ടെങ്കിൽ എടോ, പടത്ത് പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പാടത്ത് പണി വരുമ്പത്ത് കൂലി. കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ടാണ്. അത് ഞാൻ നന്നാക്കി തരാം. എന്തിന്? അതൊന്നും വേണ്ട, നാട്ടിൽ ആശാരിമാരുണ്ട്. മാനേജറല്ല മാത്തുക്കുട്ടിയാണ് എനിക്ക് കത്തയച്ചെന്ന് പറഞ്ഞല്ലോ. കേട്ടല്ലോ, ഞാൻ പറഞ്ഞോ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. ശങ്കുന്നായരാരാ മോൻ? ദേ പോണേലി വേണം. ആരാത്? അഡ്വാൻസ് കൊടുത്ത പുള്ളിന്ന്, ആ കുറുവാഞ്ചേരിക്കാരൻ. നായരെ വീട്ടിലേക്കായിരിക്കും. കുറുവാഞ്ചേരി, കുറുവാഞ്ചേരി. സൈക്കിൾ വെച്ചാൽ എന്താണ്? പണം ശരിയായോ? അത് ശരിയാവാതെ ഇവിടെ പോവാ. പിന്നെ സാറിന്റെ സ്കൂളിൽ DPP പാഠ്യപദ്ധതിയാണെന്ന് കേട്ടു.
അതുകൊണ്ട് അല്ലെ അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അതറിയാതൊന്നുമില്ല. ആ. ഇപ്പൊ ആനയെ പോലെ 4 കാലിൽ നടക്കുക, ആ. ആമയെ പോലെ അഴിയുക, ആ. കുരങ്ങനെ പോലെ ചാടുക, ആ. പട്ടിയായിട്ട് കുരയ്ക്കുക, ആ. പക്ഷിയായിട്ട് ചെലിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ മിമിക്രി അറിഞ്ഞിരിക്കണം. മിമിക്രിയാ? അല്ല ഇതൊക്കെ ആ വകുപ്പ് പെടുന്നതാണല്ലോ. ആ. എറണാകുളത്ത് മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടു. ഞാൻ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടാലോ? എങ്ങോട്ട് പുറപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് ബാക്കി പണമാണ് പ്രശ്നം. അല്ല മിമിക്രി പഠിക്കാൻ ഫീസ് കൊടുക്കണ്ടേ? അപ്പൊ ആ തോയം കഴിച്ച് ബാക്കിയാ തന്നാ പോരെ? അതൊന്നും എനിക്കറിയണ്ട. അയ്യോ, ചതിച്ചു. എന്താ സാർ? വാ, വാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങോട്ട്. അയ്യോ. ഇരിക്ക്, ഇരിക്ക്. ആദായനികുതി, ഇൻകം ടാക്സ് വരുന്നുണ്ട്. തന്നെ ഇവിടെ കണ്ട അപ്പ അറസ്റ്റ് ചെയ്യും. ഞാൻ വിളിക്കാതെ പുറത്തോട്ടറിയരുത്. ആഹാ, മാഷ് ഇതുവരെ പോയില്ലായിരുന്നു. ആളുകളുടെ ഓരോ പറച്ചിൽ കേട്ടിട്ട് ആ. എന്റെ കൈയും കാലും വിറയ്ക്കാണ് സാർ. ഇപ്പൊ ഇങ്ങോട്ട് സൈക്കിളിൽ വന്നവൻ ആരാ? സൈക്കിളാ? ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച സൈക്കിളാ. എനിക്ക് ലേശം ഈ നമ്മുടെ മറ്റേ ഈ പ്രമേഹത്തിന്റെ അസ്കതയുണ്ടല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ദിവസവും കുറച്ച് സൈക്കിൾ കിട്ടുന്നത് നല്ലതാണ്. സെക്കൻഡ് ഹാൻഡാ, എന്നാലും 10,000 രൂപയായി. അല്ല, അവൻ വന്ന സൈക്കിളായത്. എവൻ? സാർ ഒരുത്തന്റെ കയ്യിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചെന്ന് ചായക്കടക്കാരൻ ഗഫൂർക്ക പറഞ്ഞു. അത് എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഞൊണ്ടിക്കാലം മാത്തുക്കുട്ടി പറഞ്ഞു മാനേജറെ പേര് വെച്ച് അവനാ എനിക്ക് കത്തയച്ചെന്ന്. അവൻ അങ്ങനെ ഒരു കത്തയച്ചത് എന്തിന്? എന്നെ ഇങ്ങോട്ട് വരുത്തി എന്റെ കാല് രണ്ടും തല്ലി ഒടിക്കാൻ. എന്നിട്ട് മാസ്റ്റർ കാലിന് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. അതിനുള്ള ശ്രമത്തിനിടയിൽ കോണിപ്പടിയിൽ നിന്ന് വീണ് മാത്തുക്കുട്ടി ആശുപത്രിയിലായി. കണ്ടോ? നുണ പറയുന്നവന് ദൈവം അപ്പ ശിക്ഷ കൊടുക്കും. അപ്പൊ സാർ തന്നെയാണ് എനിക്ക് ഈ കത്ത് എഴുതിയത്? പിന്നല്ലാതെ. പക്ഷേ മാഷേ, കത്തെഴുതിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റി ഞാൻ കൂലങ്കഷമായി ചിന്തിച്ചത്. സാർ ഈ കൂലങ്കഷം ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. മാഷ് വരൂ, നമുക്ക് വിശദമായി സംസാരിക്കാം. വരൂ. താളമുണർന്നു ഹൃദയ കമലം വിടർന്നു കാവ്യമഞ്ജരികൾ കൈകൂപ്പിയുണരും പ്രണയ സ്വപ്നങ്ങൾ വിരിഞ്ഞു അറിയാതെ ആരും. എന്റെ ഒരു അനന്തരവൻ ചെറുക്കൻ. അതെ, സ്കൂളിൽ ചേരാൻ കാശ് തന്നവനെ നിങ്ങൾ എന്തുദ്ദേശ വീടിനകത്തോട്ട് കയറ്റി വിട്ടത്? പെണ്ണ് കുളിച്ചു വരുമ്പോ ദേ, എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. സ്കൂളിൽ ഒരു ഒഴിവ് വന്നപ്പോ തൊട്ട് നിങ്ങൾക്ക് മുഴുവൻ പ്രാന്ത. വിശാലം സാറേ, അയ്യോ അപ്പൊ സാർ എന്നെ ചതിക്കായിരുന്നു. അറിയണോ, ഞാൻ ചതിയനാ. എന്നെ പോലെ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു മോള് എനിക്കുണ്ടായിരുന്നെങ്കിൽ താനിങ്ങനെ പറയലായിരുന്നു. തനിക്കറിയാമോ, അവളെ കെട്ടാൻ സ്ത്രീധനം എത്രയാ ഓരോരുത്തന്മാര് ചോദിക്കുന്നതെന്ന്? 5-10 ലക്ഷങ്ങളാ. ഇത്രയും വലിയ തുക ഞാൻ എവിടുന്നുണ്ടാക്കും? പറയണോ, ഞാൻ എവിടുന്നുണ്ടാക്കും? സാർ പ്ലീസ് കരയാതിരിക്കൂ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. കനാലിന്റെ സൈഡിലുള്ള സാറിന്റെ ആ കവുങ്ങുന്നോട്ടം വിറ്റാൽ 20 ലക്ഷത്തിന് ഒരു മുട്ടും വരില്ലല്ലോ. കവുങ്ങുന്നോട്ടം വിറ്റാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കഞ്ഞിവെള്ളം കൂടി ജീവിക്കുന്നത്? എന്റെ സാറേ, 20 ലക്ഷത്തിൽ 10 ലക്ഷം സ്ത്രീധനമായിട്ട് കൊടുത്തിട്ട് ബാക്കി 10 ലക്ഷം ബാങ്കിലിട്ടാൽ അതിന്റെ പലിശ കൊണ്ട് കഞ്ഞിവെള്ളമല്ല ദിവസം ബിരിയാണി കഴിക്കാമല്ലോ. എന്റെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടുള്ളതാ കവുങ്ങുന്തോട്ടം. അത് വിൽക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്കിൽ പുഴക്കരയിലുള്ള കുറച്ച് നെൽപ്പാടം വിൽക്കാം. ഓഹോ, എന്റെ സ്വത്തിന്റെ കണക്കൊക്കെ നോക്കി വെച്ച് വന്നിരിക്കുകയാണല്ലേ? എന്നാ ഞാൻ ഇനി തെളിച്ചു പറയാം. 4 ലക്ഷം തന്നാലേ തനിക്ക് സീറ്റുള്ളൂ. അല്ലെങ്കിൽ ആര് 4 ലക്ഷം തരുന്നോ അവന് ഞാൻ സീറ്റ് കൊടുക്കും. അങ്ങനെ കൊടുക്കാനൊക്കെ അല്ല, എനിക്ക് ക്ലെയിം ഉള്ള സ്ഥിതിക്ക് ഞാൻ കോടതി പോയാ. ഓ, കോടതി ഇയാളുടെ തറവാട്ട് വകയല്ലേ? ഒന്ന് പോടൂ. ചങ്കുണ്ണിമാരെ വരട്ടാൻ നോക്കണ്ട. ആ, ശമ്പളം തരുന്നത് ശങ്കുണ്ണിയായിട്ടുള്ള സർക്കാരാ. ആ സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, DO ഉണ്ട്, AE ഉണ്ട്. മാഷ് എത്രയും പെട്ടെന്ന് AE ചെന്നുകൊണ്ട് കാര്യം പറയണം.
മാനേജർ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ എയോടെ. ഞാൻ പറയുന്നത് കേൾക്കണ്ട മാഷേ. നിങ്ങൾക്ക് ക്ലെയിം ഉള്ള കാര്യം നിങ്ങൾ എഇയോട് പറയുന്നു. എഇഒ മാനേജറെ വിളിപ്പിക്കും. ക്ലെയിം ഉള്ള ആളെ സ്കൂളിൽ ചേർത്താൽ മതി എന്ന് എഇഒ മാനേജറോട് നിർദ്ദേശിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കോടതി പോകുന്നില്ല, കേസ് കൊടുക്കുന്നില്ല. അതൊക്കെ വലിയ പുലിവാല. ഇന്ന് ഞായറാഴ്ചയല്ലേ, എഇഒ വീട്ടിൽ കാണും. വീട്ടിലാവുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാനും പറ്റും. മൂപ്പരുടെ വീട് എവിടാ? ടൗണിൽ സെഷൻസ് കോർട്ടില്ലേ, ആ. ആ റോട്ടില് കോർട്ട് കഴിഞ്ഞ് 1, 2, 3 4ാമത്തെ വീടാ.